ഹലോ ഗൈസ്, കുറേ നാളായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, പനി, ചുമ, ജലദോഷം എന്നീ ഇത്യാദിക കാരണങ്ങൾ കൊണ്ട് ഞാൻ ചെറുതായിരുന്നു ബെഡിലായിരുന്നു ഗൈസ്. ബെഡിലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ജോലിക്കെല്ലാം പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു ഫിസിക്കലി കേട്ടോ. പക്ഷെ നമ്മൾ തളരില്ല രാമൻകുട്ടി, തളരില്ല. നമ്മൾ വീണ്ടും ഇതേ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പീക്കുമ്മയുടെ മുടി വെട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുടി വെട്ടുക, ചാള മുറിക്കുക, മത്തിക്കറി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വ്ളോഗ്. നമ്മുടെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്കത് ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്നു. ചിലർക്ക് അത് ഇഷ്ടാവില്ലെങ്കിൽ നമ്മുടെ കൈകളിൽ 5 വിരലുകളുണ്ട്. അതിലെ നമ്മൾ മോതിര വിരൽ കൊണ്ട് നേരെ അങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ, അയ്യോ വീഡിയോ കാണാറുണ്ട്, എന്ത് ഇഷ്ടമാണെന്നറിയോ, കിട്ടുന്ന ലൈക്കും പിന്നെ നമ്മുടെ വ്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്താണ് കഥ. അപ്പോൾ ഈ പറയുന്നവർ പറയും അത്രയും ആളുകളിൽ ഒരാളാണ് ഞാനെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഇന്ന് നമ്മുടെ പീക്കുമ്മയുടെ മുടി വെട്ടാൻ കൊണ്ടുപോയി കേട്ടോ. കാരണം അവൾ മുടി ഇച്ചിരി വളർന്നായിരുന്നു. അവൾക്ക് എപ്പോഴും ഡോറയായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. അവൾ വിചാരം അവൾ ഡോറയാണെന്ന് കേട്ടോ. അപ്പോൾ ഇവൾ ഡോറയായപ്പോൾ ഞാൻ ബുജി പോലും മുടി വെട്ടണമെന്നാണ് ഈ പറയുന്നത്. ഇങ്ങനെ ദൈവമേ, ഈ കൊല്ലത്തിൽ ഇനി ബുജിയായി എന്തായിരിക്കും ഞാൻ. അതുകൊണ്ട് ഞാൻ അതങ്ങനെ അവളേനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡോറ കട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡോറ ആയില്ലെങ്കിൽ ഏകദേശം എനിക്കിഷ്ടം കേട്ടോ. അവളുടെ ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ക്യൂട്ടി പയ്യായിട്ടിരിക്കണം അവളിപ്പോഴും, അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാ കുട്ടികളും ഈ വയസ്സിലെ എല്ലാ കുട്ടികളും ഭയങ്കര ക്യൂട്ടായിരിക്കില്ല കാണാൻ. കാരണം അവരുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടായിരിക്കാം അവരുടെ മുഖത്ത് അത്രയും ഇന്നസെൻസും ക്യൂട്ടൊക്കെ വരുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പീക്കുമ്മയുടെ ഹെയർ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. അവളുടെ ലിജി മമ്മിയുടെ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയി വെട്ടിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.